ഇഫ് യു ആർ എ നീറ്റ് 2025 ആസ്പിരന്റ്, ഈ ഒരു 3 ബുക്ക് നിങ്ങളുടെ കയ്യിൽ എന്തായാലും വേണം. ഷോർട്ട് നോട്ട്, ഇക്വേഷൻ ബുക്ക് ആൻഡ് എറർ ബുക്ക്. ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഓൾറെഡി ഇത് ലെക്ചർ നോട്ട്സിന്റെ അല്ലെങ്കിൽ അതിലൊരു ചെറിയൊരു ഫോമാണ് ഷോർട്ട് നോട്ട്. ഡെഫിനിഷൻസ്, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചൊരു നോട്ട്സ് ആണ്. ഇക്വേഷൻ ബുക്കിലേക്ക് പോകുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഇക്വേഷൻസ് മാത്രം മതി. നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ഇക്വേഷൻ ഒക്കെ അതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റി എഴുതിയെടുക്കാം. ഈ ഇക്വേഷൻ ബുക്ക് ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവേണ്ട സാധനങ്ങൾ. അപ്പം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആണോ അതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ലെക്ചർ നോട്ട്സിൽ നിന്നൊക്കെ മാറ്റി എഴുതിയെടുക്കണം. ഇനി ചില ആൾക്കാർക്ക് പരിചയമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ എറർ ബുക്ക് ആയിരിക്കും. ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ്സ് വന്ന ക്വസ്റ്റ്യൻസ് മാറ്റി എഴുതിയെടുക്കാം. അതിന്റെ സൊല്യൂഷൻസ് എന്ത് ചെയ്യാം, ആ ബുക്കിൽ തന്നെ എഴുതി വെക്കാം. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് വെറുതെ ഈ എറർ ബുക്ക് തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നെഗറ്റീവ് വന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരിക്കലും നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് നെഗറ്റീവ് വരത്തില്ല. പിന്നെ ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലാന്ന് വെച്ചാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനി നിങ്ങൾക്ക് ഒരു 60 ദിവസമെങ്കിലും ഉണ്ടാവും. ഈ 60 ഡേയ്സിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളിൽ ഇക്വേഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് മാത്രം മാറ്റി എഴുതിയെടുത്താൽ മതി. അത് നിങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് നോക്കുക, പഠിച്ചു നോക്കുക, ഇക്വേഷൻസ് നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യുക.